ഹായ്. പാറു അച്ചാച്ചൻ. പാറു മതി മതി, ശരിക്കിരുന്ന് പ്രാർത്ഥിക്ക്. ഹലോ നമസ്തേ, ആപ്പിൾ കുട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് സത്യം പറഞ്ഞ സമയമൊന്നും കിട്ടാണ്ട് അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വടക്കുന്നാഥനിലേക്ക് ആനയൂട്ടിന് പോവാണ് കേട്ടോ. അപ്പോൾ യാത്രയൊക്കെ ആയി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കർക്കിടകം ഒന്നല്ലേ, മുക്കുറ്റി തൊടണ്ടേ. അപ്പോൾ ഞാൻ മുക്കുറ്റിയൊക്കെ പറിച്ചെടുത്തു. മുക്കുറ്റി തൊടുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കർക്കിടകമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഭയങ്കര വീക്കാവും. എന്താ പറയുക, ത്രിദോഷങ്ങളെന്ന് പറയില്ലേ, കഫം വാതം പിത്തം, അതിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മുക്കുറ്റിക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും നമ്മളിത് തിരുമ്പി ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നീര് കിട്ടില്ലേ, അതായത് നമ്മൾ മുക്കുറ്റി അരച്ചെടുത്ത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കണ്ടോ മുക്കുറ്റിയുടെ ഇങ്ങനെ നീര് കിട്ടും. ഈ നീര് ശരിക്കും നമ്മൾ നമ്മുടെ നെറ്റിയിൽ മർമ്മ ഭാഗത്താണ് തൊടുന്നത്. അങ്ങനെ തൊടുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഈ ത്രിദോഷങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തി നമ്മുടെ ശരീരത്തിന് ലഭിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടി എടുത്തു. നമ്മളിനി വടക്കുന്നാഥനിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കർക്കിടകം ഒന്നാണ്. അപ്പോൾ രാവിലെ മഴയൊന്നുമില്ല കേട്ടോ, മഴയൊക്കെ കുറവുണ്ട്. നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ വടക്കുന്നാഥനിലൊക്കെ എത്തി. ഭയങ്കര തിരക്കായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ആനയൂട്ട് കാണാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി. എൻ്റെ മൊബൈൽ കാണാണ്ടാവുകയെന്ന് വെച്ചാൽ അച്ചുമ്മ മുണ്ട് കൊടുത്തിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൻ്റെ മുണ്ട് ശരിയായിട്ടില്ല. അപ്പോൾ ശ്രീജേഷ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ച് നീങ്ങി നിന്നു. അപ്പോൾ അച്ചുമ്മ കയ്യിലുണ്ടായിരുന്ന ഫോൺ അവിടെ ആ മരത്തിൻ്റെ താഴെ തറയിൽ വെച്ചു. പക്ഷെ അവൻ്റെ ഓർമ്മയിൽ അതെൻ്റെ കയ്യിൽ തന്നു എന്നായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ മൊബൈൽ കാണാനില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മൊബൈൽ കാണാനില്ല എന്നുള്ളത്. ഒരുപാട് തിരഞ്ഞു, പോലീസിനോടൊക്കെ പറഞ്ഞു, പക്ഷെ കിട്ടിയില്ല. കുറേ കഴിഞ്ഞ് ഞങ്ങൾ തിരയുന്നത് കണ്ടപ്പോൾ ഒരാൾ വന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ നിൽക്കുന്ന പച്ച ഷർട്ടിട്ട ആ ചേട്ടനെ കണ്ടോ, ആ ചേട്ടനാണ് എൻ്റെ മൊബൈൽ തിരിച്ചു തന്നത്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അകലെന്ന് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. എന്നാലും ഒരുപാട് നന്ദി പറഞ്ഞു ആ ചേട്ടനോട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ആനയൂട്ടിൽ നമ്മൾ ഉള്ളിലേക്ക് കിടക്കണമല്ലോ. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ നടന്നപ്പോഴാണ് മുകളിൽ നമ്മുടെ എന്താ പറയുക, ഈ ഫ്ലൈ ഓവർ കെട്ടിയിട്ടാണ് കണ്ടോ ആൾക്കാരിങ്ങനെ കയറുന്നത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അതിൻ്റെ ഇടയിൽ വരി നിന്നിട്ട് ആദ്യമായിട്ട് കാണാൻ പോവല്ലേ ആനയൂട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അച്ചുമോനും ശ്രീചേട്ടനൊക്കെ വരി നിന്നത്. പാറും ശ്രീചേട്ടനൊക്കെ കൂടി എല്ലാവരും വരി നിൽക്കുകയാണ്. അങ്ങനെ വരി നിന്നതാ ഞങ്ങളുടെ വരിയൊക്കെ നീങ്ങി തുടങ്ങി. അപ്പോൾ ഞാനും അച്ചും പുറകില്ല. ഇതാ ശ്രീചേട്ടനും പാറും ആദ്യം എത്തിയിട്ട് തിക്കും തിരക്കിൻ്റെ ഇടയിലൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആ ശ്രീചേട്ടനും ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ട്. ഞാനും അച്ചുമോനും ദേ വരണേ ഉള്ളൂ കണ്ടോ. അപ്പോൾ ഞങ്ങളും പുറകിലെത്തി. അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലെത്തിട്ടോ. ഇനി തിരിച്ച് അപ്പോൾ ഇതാ നമ്മൾ ആനയൂട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാ പോവുകയാണ്. അപ്പോൾ കണ്ട ഇത് മാത്രമാണ് ശരിക്കും കാണാൻ പറ്റിയ കാഴ്ച. ഇത്രയും തിരക്കായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്താ ഇത്ര ആനകളെ ഉള്ളൂ എന്നുള്ളതാണ് ഇതാ ബാക്കിൽ നിന്ന്. പിന്നീട് വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ അറിയണത് 63 ആനയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും സന്തോഷം, ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ആനയൂട്ടൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആന ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട്, വേറെ ഒന്നല്ല, യൂട്യൂബേഴ്സൊക്കെ ഇതുപോലെ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചിട്ട് ഒരു ആനയ്ക്ക് ചെറിയൊരു പ്രശ്നം. അപ്പോഴേക്കും അതൊക്കെ സോൾവ് ആയി. പിന്നെ പ്രശ്നമൊന്നുമില്ല കണ്ടോ.
ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് അന്ന് മഴയുണ്ടായില്ല, അതുവരെയുള്ള ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ മീഡിയാസൊക്കെ ഇങ്ങനെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് തൊഴാൻ പോകാമെന്ന് വിചാരിച്ച് വരുമ്പോൾ പാറു എന്ത് ഇതാ നടക്കണില്ല, മഴ പെയ്ത് ചളിയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പാറുവിനെ കുറച്ച് നേരം ഒന്ന് ഇവിടേക്ക് ഇരുത്തി. പക്ഷെ തൊഴാൻ ഉള്ളിൽ കയറാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് തന്നെ കടന്നു. അപ്പോൾ ഞങ്ങളിതാ വടക്കുന്നാഥൻ്റെ പുറത്തേക്ക് കിടക്കുന്നതാണിത്. അപ്പോൾ ഞാൻ മുകളിൽ ഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ വീണ്ടും വടക്കുന്നാഥൻ്റെ പുറത്തേക്ക് വന്ന് വേറൊരു ദിവസം ഉള്ളിൽ കയറി തൊഴാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴാണ് ദേ പുറത്ത് ഇവരെ കണ്ടത്. മാളു, സ്നോജു, പാറുക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ട് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരോട് കൂടെ കുറച്ച് നേരമൊക്കെ നടന്ന് പോവാണ്. അപ്പോൾ അത് കണ്ട പുറത്തും ഇത്രയും വരിയായി. അപ്പോൾ ഇതുപോലെ കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് പോലെ അല്ലെങ്കിലും കുറച്ച് കടകളൊക്കെ നല്ല രസമുണ്ട് കണ്ടോ, അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. പാറു ഐസ്ക്രീമിന് വേണ്ടി ഭയങ്കര വാശിയാണ് കേട്ടോ. പക്ഷെ അവർക്ക് ചെറിയ ജലദോഷമുള്ളതുകൊണ്ട് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മയിൽപ്പീലി. അപ്പോൾ ഐസ്ക്രീം കട തൊട്ടപ്പുറത്തുണ്ട്. അത് കണ്ടിട്ട് പാറു കരയണത്. എന്താ പാറുവാ കരയണ്ടെന്നേ? പുറത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആനകൾ വരുന്നുണ്ട് കേട്ടോ. അത് കാണാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ പാറുവിൻ്റെ വാശി കാരണം നമുക്ക് അവിടെ തീരെ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ റൗണ്ടിൽ കൂടെ വണ്ടി എടുത്ത് പോകുമ്പോഴാണ് ആനകളൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടത്. ആ വണ്ടികളിലൊക്കെ കയറുന്നുണ്ട്. ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ദൈവം എത്ര ആരാധകർ അല്ലേ. എനിക്ക് തോന്നുന്നത് സിനിമാ നടന്മാർക്ക് പോലും ഇത്രയധികം ആരാധകരുണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്രയും ഫാൻസാണ് ഈ തെച്ചിക്കോട്ടുകാവിനൊക്കെ ഉള്ളത്. അപ്പോൾ കണ്ടോ, ഇതുപോലെയുള്ള ഒരുപാട് ആനകൾ അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം അവരവരുടെ വണ്ടിയിൽ തിരിച്ച് കയറി പോവുകയാണ്. അപ്പോൾ ഇതുപോലെ വീണ്ടും കുറച്ച് ആനകളൊക്കെ നമ്മളിടയിൽ കൂടെ കണ്ടോ. അവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും മനുഷ്യന്മാരെക്കാൾ എന്താ പറയുക, ഇവരിപ്പോൾ ഫോട്ടോ എടുക്കണ കണ്ടിട്ടുണ്ടെങ്കിലോ ആനകൾ ഇങ്ങനെ തലയൊക്കെ പൊക്കി പിടിച്ച് നല്ല മിടുക്കന്മാരായി നിൽക്കുമല്ലേ. ശരിക്കും ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആനകൾ പഠിച്ചു കണ്ടോ. എല്ലാവരും അങ്ങനെ വന്ന് വണ്ടികളിലൊക്കെ കയറി പോവാണ്. അപ്പോൾ ഞായറാഴ്ച തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലികൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, തിരക്കാണെങ്കിൽ വടക്കുന്നാഥനിൽ അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അതേ പുറത്തേക്ക് ഇറങ്ങി അതും കാണാൻ ആളുകളുണ്ട്. അങ്ങനെ എല്ലാ ആനകളും പോവുകയാണ്. അവർക്ക് ആവശ്യത്തിന് പട്ടയൊക്കെ കൊടുക്കണുണ്ടല്ലോ. ദേ കണ്ടോ, അതുപോലെ ഇത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റോട്ടിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണ് കേട്ടോ. നമ്മൾ അടുത്തേക്ക് പോകാൻ നമുക്ക് പറ്റിയില്ല. പാറുവിൻ്റെ കരച്ചിൽ കാരണമാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. അത്രയും വാശി അവൾ പിടിക്കണേ. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടേ മേടിച്ചു കൊടുക്കാൻ ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അത് മേടിച്ചു കൊടുത്താൽ ശരിയാവില്ല. പക്ഷെ അവൾക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അവിടെ വണ്ടിയിൽ പോകുമ്പോൾ കുറച്ച് ആനകളെയൊക്കെ കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ അവരുടെ കൊമ്പ് കാണാനായിട്ട്. ചില ആനയുടെ കൊമ്പ് കണ്ടാൽ നമുക്ക് പേടിയാവും. അപ്പോൾ ഇത്രയൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അപ്പോഴേക്കും പാറുവിന് വിശപ്പ് സഹിക്കാൻ പറ്റണ്ടായി. അപ്പോൾ എന്തായാലും അച്ഛനെ എന്നാലും കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. ആനകളെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആനകൾ പോകുന്ന വണ്ടികൾ കണ്ടോ അങ്ങനെ ഇട്ടിരിക്കണേ. അപ്പോൾ അവനൊക്കെ ഇങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അടുത്തത് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളൊരു സ്ഥലത്ത് കയറി. അപ്പോൾ അത് ആ ഭക്ഷണം ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴും പാറുവിന് നെയ് റോസ്റ്റ്, ഞങ്ങൾക്ക് മസാല ദോശയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ 3 പേരുടെ മസാല ദോശ ആദ്യം വന്നു. അപ്പോഴും പാറുവിനത് ഞാൻ കൊടുത്തപ്പോൾ അവൾക്കത് വേണ്ട, അവളുടെ തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാറു ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഭാഗ്യം. അപ്പോൾ പാറുവിൻ്റെയും നെയ് റോസ്റ്റ് വന്നു. അപ്പോൾ കണ്ടോ സന്തോഷം. വിശന്നിട്ടായിരുന്നു തോന്നുന്നു, അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ തിരിച്ചു പോരുമ്പോൾ ചെമ്പൂത്ര അമ്പലത്തിൽ കയറാം എന്ന് വിചാരിച്ചു. അന്നദാനമൊക്കെ ഉണ്ടല്ലോ, അത് അതിൻ്റെ ഇടയിൽ പാറു ഉറങ്ങി. പക്ഷെ അവിടെയും നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്നില്ല, മഴ വരുന്നുണ്ട് കണ്ടോ. നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്, കാടും നല്ല ഭംഗി തോന്നി എനിക്ക്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. കനാലിലെ മഴവെള്ളമാണ് കേട്ടോ, അല്ലാതെ കനാലിൽ വെള്ളം വന്നിരിക്കുന്നതൊന്നുമല്ല. മഴവെള്ളം കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ ഇവിടെ നിന്ന് കാണുമ്പോൾ. മഴക്കാരിങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട് എത്തുമ്പോഴേക്കും മഴ പെയ്തു. അതുവരെ മഴയുണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് നമുക്ക് പോകാനും പുറത്തൊക്കെ നടക്കാനും ഒക്കെ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ആനയൂട്ടും കണ്ട് ഞങ്ങൾ മടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് നാളുകളായി. അപ്പോൾ ഇനിയും മുടങ്ങാതെ വീഡിയോ ഇടാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും വരാം. താങ്ക്